എടോ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാമെന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടൊരു സംഭവമാണിത്. 5 വർഷം മുമ്പ് നടന്നൊരു സർജറിയിൽ ഫൈബ്രോഡക്ടമി ആണോ അതോ സിസ്റ്റെക്ടമി ആണോ എന്നുള്ള കാര്യത്തിൽ ക്ലിയർ അല്ല. ഈ സർജറിക്കിടയിൽ പെൽവിസിൽ ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് റീറ്റെയിൻ ആവുകയും റീസെന്റ് ആയിട്ട് നടത്തിയ പരിശോധനകളിൽ അത് കണ്ടെത്തുകയും ചെയ്യും. എക്സ്റേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു കർവ്ഡ് ആർട്ടറി ഫോസെപ്സ് ആണെന്നാണ്. ഒരു ആർട്ടറി ഫോസെപ്സിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 to 12 ഇഞ്ചസ് ഒക്കെയാണ്, ഏകദേശം ഇത്ര വലുപ്പം. ഇങ്ങനെ അകപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സിനെ റീറ്റെയിൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ബോഡിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പെയിൻലെസ് ആയിട്ട് ഇരിക്കും. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ തന്നെ എത്ര കാലം ഇരിക്കും, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നത് അറിയണ്ടേ? വന്നോ. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ജനറലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ഷാർപ്സും ബ്ലഡ്സും. ഷാർപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ ബോഡിയിൽ അകപ്പെട്ടേക്കുന്നതെങ്കിൽ നമുക്ക് ഇന്റേണൽ ട്രോമ ഉണ്ടാവുകയും ഓർഗൻ പഞ്ചർ ഉണ്ടാവുകയും ഇന്റേണൽ ഹെമറേജ് ഉണ്ടാവുകയും അതുപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ബ്ലണ്ട്സ് ആണെങ്കിലോ, ബ്ലണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ഓർഗൻസിലും നെർവ്സിലും ബ്ലഡ് വെസൽസിലൊക്കെ പ്രഷർ ഉണ്ടാക്കുകയും അതുവഴി പെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ബോഡിയിൽ പെയിൻലെസ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് പറഞ്ഞോ. ഫസ്റ്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് എൻകാപ്സുലേഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ അകപ്പെട്ട ഇൻസ്ട്രുമെന്റിനെ നമ്മുടെ ബോഡി ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണക്കാക്കി അതിന് ചുറ്റും ഹാർഡ് ആയിട്ടുള്ള ഫൈബ്രസ് ടിഷ്യൂ ഫോം ചെയ്യും. ഇതിനെ ഫോറിൻ ബോഡി ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒമന്റൽ അഡീഷൻസ് ആണ്. ഒമന്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ പെരിറ്റോണൽ ക്യാവിറ്റിയിലുള്ള ഒരു തിക്ക് ആയിട്ടുള്ള ഫാറ്റ് ലെയർ ആണ്. ഇൻസ്ട്രുമെന്റ്സ് ബോഡി ഈ ലെയറിൽ ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതവിടെ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയും മറ്റു ഓർഗൻസിനൊന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാകത്തേ ഇല്ല. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻസ്ട്രുമെന്റ് ആവുക എന്നുള്ളതാണ്. വളരെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ കേസിൽ അതുപോലെ ഒന്നുമല്ല. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ആർട്ടറി ഫോസെപ്സ് ആണ്. അതിന്റെ വലിപ്പം ഏകദേശം ഇത്രയുണ്ട്. മാത്രമല്ല ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് പെൽവിക് ക്യാവിറ്റിയിലാണ്. പെൽവിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി വാസ്കുലർ ആയിട്ടുള്ള ഓർഗൻ ഡെൻസ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ ആദ്യമൊക്കെ പെയിൻ ഇല്ലെങ്കിലും ഗ്രാജുവലി പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ. പിന്നെ ഈ ഡോക്ടർ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇൻസ്ട്രുമെന്റ് മുമ്പ് നടന്ന ഏതെങ്കിലും സർജറി അവിടെ മറന്നു വെച്ചാവാണ്. ഇവർ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ് ആയിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വലിയൊരു ഇൻസ്ട്രുമെന്റ് ആ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചികിത്സാ പിഴവ്. ഇതിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല, പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു ഗുരുതര ചികിത്സാ പിഴവ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ചെയ്ത സർജനെ മാത്രം കുറ്റപ്പെടുത്തില്ല. കാരണം നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജന്റെ ജോലിഭാരം എത്രത്തോളം ഉണ്ടെന്ന്. ഒരേ ദിവസം തന്നെ നിരവധി സർജറികൾ അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. WHO സർജിക്കൽ പ്രോട്ടോകോൾസ് പ്രകാരം ഒരു സർജറിക്ക് സ്ക്രബ് നഴ്സും ഫ്ലോർ നഴ്സും ഉണ്ടാവണമെന്നാണ്. പക്ഷേ ഇവിടെ സ്റ്റാഫുകളുടെ പരിമിതി മൂലം ഫ്ലോർ നഴ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ബേസിക്കലി ഇതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ്. പല സ്ഥലത്തും ഇനിയും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവാനുണ്ടെന്നാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി എവിടെ ഉണ്ടാവാതിരിക്കട്ടെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.